ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുട്ടികൾ പെട്ടെന്നൊരു സ്നാക്ക് ചോദിക്കുമ്പോഴോ പ്രഭാത ഭക്ഷണം വൈകിയാലോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം നല്ല രുചിയുള്ള ഈ സാൻഡ്വിച്ച്. വെജിറ്റബിൾസും മുട്ടയും ചീസും ഉള്ളത് കൊണ്ട് വയറു നിറയും, അതുപോലെ തന്നെ പോഷക സമൃദ്ധവുമാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായി 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല്, പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. പിന്നെ പാൽ ആഡ് ചെയ്യുന്നത് ഓംലെറ്റിന് നല്ല സോഫ്റ്റ് കൊണ്ടുവരാനായിട്ടാണ്. ഇപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും പരത്തി കൊടുക്കണം. പിന്നെ ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാ ഭാഗങ്ങളിലേക്കും ബട്ടർ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്തു വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി ബ്രെഡ് വെച്ച് കൊടുക്കാം. ഞാൻ മിൽക്ക് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. പിന്നെ 4 വശവും മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ 4 ബ്രെഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായി ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ബട്ടറും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഓംലെറ്റ് പൊട്ടാതെ വളരെ സൂക്ഷിച്ചിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ. അതിനുശേഷം ചീസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 ബ്രെഡിലായി സ്ലൈസ്ഡ് ചീസാണ് എടുത്തിട്ടുള്ളത്. മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതും വെക്കാവുന്നതാണ്. ശേഷം പൊടിയായി അരിഞ്ഞ സബോള ചീസിന് മുകളിലായി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ തക്കാളി, പച്ചമുളക്, ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം, ക്യാബേജ്, കുക്കുംബർ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 2ആയി മുറിച്ചെടുക്കണം. അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2ആയി മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ചട്ടകം വെച്ച് നന്നായി അമർത്തി കൊടുക്കണം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോഴേക്കും ചീസെല്ലാം മെൽറ്റായി വരും. ഇപ്പോൾ സാൻഡ്വിച്ച് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാം. പിന്നെ ഞാനിവിടെ 4 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതൊരു കത്തി വെച്ചോ അല്ലെങ്കിൽ കത്രിക വെച്ചോ മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.